ഉപയോഗിച്ചിട്ടുണ്ടോ കഞ്ചാവ്? ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ആ കുഴപ്പമില്ല. എന്നാ പിന്നെ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് അങ്ങ് വിതരണം ചെയ്യാൻ മിഠായി പോലെ. നിങ്ങളെന്താ കഴിക്കാത്ത? എനിക്കതിനോട് അപ്പൊ പിന്നെ നിങ്ങളത് അങ്ങനെ പറയണ്ട. ഞാൻ എപ്പോഴാണ് സ്കൂളിൽ കൊടുക്കണം പറഞ്ഞത്? അല്ല, ഓരോ ആൾക്കാർ ഇത് കാണുമ്പോൾ കഞ്ചാവ് വളരെ സില്ലിയാണെന്ന് കേൾക്കുമ്പോൾ ഉപയോഗിക്കാൻ ശരിക്കും തോന്നും സാർ. അതാ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് ശ്രീകൃഷ്ണ അല്ല, പരമഹംസനും വിവേകാനന്ദനും എല്ലാം ഉപയോഗിക്കുന്നതായിരുന്നു. ഞാൻ അവരിൽ നിന്നാണ് പഠിച്ചത്. ഒരു വീട്ടിനകത്ത് അയലത്ത് പോയി തിന്നരുതെന്ന് പഠിപ്പിക്കുന്ന, അയലത്തുള്ളവരുടെ വീട്ടിൽ കയറരുതെന്ന് പഠിപ്പിക്കുന്ന കൊള്ളാത്ത വീട്ടിൽ ജനിച്ചവരവരല്ല. അതിനേക്കാളും ഭീകര പ്രവർത്തനമൊന്നും കഞ്ചാവിലില്ല. എല്ലാ ജാതിവാദികളെക്കാളും മോശപ്പെട്ട ഒന്നല്ല കഞ്ചാവ്. ഉറപ്പാ. മദ്യപാനം ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തൂടെയും വ്യവസായത്തിലോ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഗവൺമെന്റിനേക്കാളും കുറ്റവാളികളായ ആരും ഇല്ല ഇവിടെ. മുഴുവൻ എണ്ണത്തിന് മന്ത്രി സഹിതം തൂക്കിക്കൊല്ലണം നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ. മൈത്രിൻ എന്ന വ്യക്തിയെ 15 മിനിറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ശരിയാക്കി ശരിയാക്കി കൊടുത്തനെ. കാരണം എന്താ അക്കിന് പറയാൻ കാരണം എന്ന് സാർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. എനിക്ക് അയാളെ അറിഞ്ഞൊന്നും കൂടെ, അതുകൊണ്ട് ഞാനിപ്പോൾ അയാളെ പറ്റി എന്ത് പറഞ്ഞു? എനിക്ക് അയാൾ ആരുമല്ല. ഇത്രയും മനുഷ്യരെ അറിയുന്ന ഒരു വ്യക്തിക്ക് അഖിൽ മാരാറിനെ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല. ഇന്നലെ എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകത്തില്ല. ഗോസിപ്പ് ചെയ്യുന്നവരുടെ ലോകം അത്. മറ്റവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കണമെന്ന് തോന്നുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് കതവ് തുറന്ന് കിടക്കുന്നുണ്ടായാലും ഞാൻ നോക്കത്തില്ല. പാവം. വേടന്റെ പാട്ടൊക്കെ സാർ കേൾക്കാറുണ്ടോ? വേടൻ്റെ പാട്ട് കേൾക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മെനക്കെട്ട് കേൾക്കേണ്ടി വന്നു. കാരണം അയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നും ജയിലിൽ പോകുന്നവരെല്ലാം മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ഞാൻ ജയിലിൽ കിടന്ന ആളാ. നിങ്ങൾ എന്നോട് എന്തോന്ന് പറയുന്നത്? നിങ്ങൾ ഇനി എനിക്ക് പറഞ്ഞു തരിക. ഞാൻ ജയിലിൽ കിടന്ന ആളാണ്. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത് അപമാനകരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ ഒരു ഉഗ്രൻ IT കരിയറിനായി ലൂമിനാർ ടെക്നോ ലാബ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എന്തിനും ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും മുഖത്തടിച്ച് കണക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. മൈത്രിൻ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എന്ത് കാര്യത്തിനും അതിനൊരു ഉത്തരം ഉണ്ടായിരിക്കും എപ്പോഴും സാറിൻ്റെ കയ്യിൽ. അതുപോലെയാണ് സാർ പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ്, സാറ് ഫ്രീഡം അനുഭവിച്ചതുപോലെ മറ്റൊരു വ്യക്തി ഇതുപോലെ അനുഭവിച്ചതായിട്ട് കണ്ടിട്ടില്ല എന്ന്. അതിനെക്കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ശരിക്കും അങ്ങനെ ഫ്രീഡം അനുഭവിച്ചിട്ടുണ്ടോ? ഫ്രീഡം അനുഭവിച്ചിട്ടുള്ളതെന്നുള്ളതല്ല, ഫ്രീഡത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പറ്റുന്ന കാര്യങ്ങളും അവർ ജീവിതത്തിനകത്ത് ഓരോന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ചെയ്യാൻ കഴിയാതിരിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവരുടെ സ്ഥലം എന്നവർ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു സ്ഥലം അവർക്കുണ്ടാകും. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ വേണ്ടി അവർ ചിലവഴിക്കേണ്ടി വരുന്ന, അതിൻ്റെ പുറകിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഓരോ ഇൻഡിക്കേറ്റർ എടുത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ആ സമയത്തെല്ലാം ഞാൻ ആ മേഖലകളിലൊന്നും എനിക്കൊരു പ്രശ്നം ഒരിക്കലും കാണത്തില്ല. എനിക്ക് എൻ്റെ വ്യക്തിജീവിതത്തിനകത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ സാധാരണഗതിയിൽ എൻ്റെ കയ്യിലുള്ള മീൻസ് എന്ന് ഞാൻ റിസോഴ്സസിനേക്കാളും കൂടുതൽ സഹായിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ ലോകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അന്യരാജ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനായിട്ടൊക്കെ കഴിയുക എന്ന് പറയുന്നത്, അതിനു വേണ്ടി വരുന്ന റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും ഉള്ളതുപോലെ അത് മാത്രമാണ് എനിക്കുള്ളത്. അല്ലാതെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് അനുഭവിക്കുന്ന, ഞാൻ ജീവിക്കുന്ന രീതിയിലോ മറ്റാർക്കെങ്കിലും ജീവിക്കാൻ കഴിയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യാത്ര ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയായാലും, മറ്റുള്ളൊരു സുഹൃത്തുക്കളായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതിലായാലും, ജീവിക്കുന്നതിലായാലും ഒന്നും തന്നെയും എനിക്ക് പറ്റുന്ന പോലെ. ഇപ്പം ഞാൻ ഒരു 3 ദിവസം കൂടുമ്പോൾ പുതിയൊരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്. മിക്കവാറും പരിചയമുള്ളവരായിരിക്കത്തില്ല അവരായിരുന്നേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഞാനങ്ങനെ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. ആളുകൾ വിളിക്കുന്നിടത്തോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സാധാരണ ആൾക്ക് മറ്റു വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാകും. അപരിചിതരായിട്ടുള്ള ആൾക്കാർ, അവരെല്ലാവരും അപരിചിതരായ ആൾക്കാരുണ്ട്. എനിക്ക് അപരിചിതരായ ആൾക്കാരില്ല.
ഇല്ല. ഞാൻ അവരെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കാണുക ചെയ്യുന്നത്. അങ്ങനെയാണ് അനുഭവിക്കുന്നത്. അതൊരു 5-10 മിനിറ്റ് നേരമാണ് അപരിചിതത്വമൊക്കെ ആൾക്കാർക്കുള്ളത്. അത് കഴിഞ്ഞാൽ അവർക്ക് പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും അവർ എന്നോട് സംസാരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് അപരിചിതരായ ഒരു വീട്ടിലാണല്ലോ നമ്മൾ, സാറ് പറഞ്ഞ 3 ദിവസം കൂടുമ്പോൾ ഞാൻ മറ്റൊരു വീട്ടിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഫ്രീഡം ഒരു വീട്ടിൽ എടുക്കാൻ പറ്റുമോ? മറ്റൊരു വീട്ടിൽ എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ഉത്തരം തരുമോ? ജീവിക്കുന്ന എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും ഞാൻ എന്താണോ എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കുന്ന പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ആണ്. അത് മറ്റുള്ളവരിലേക്ക് ഡിസ്കംഫേർട്ട് ആവുമെന്ന് ചിന്തിക്കാറില്ല. അവർ ഡിസ്കംഫർട്ട് ആണെന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. മൈത്രിൻ എന്ന വ്യക്തിയെ 15 മിനിറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ശരിയാക്കി കൊടുത്തനെ ശരിയാക്കി കൊടുത്തനെ. കാരണം എന്താ അക്കിന് പറയാൻ കാരണം എന്ന് സാർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയുന്ന ഒരു കാര്യം 50% ഉൾക്കൊള്ളാൻ പറ്റും, 50% ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? എനിക്ക് അയാളെ അറിഞ്ഞതും കൂടെ, അതുകൊണ്ട് ഞാനിപ്പോൾ അയാളെ പറ്റി എന്ത് പറഞ്ഞു? ആണ്. എനിക്ക് അയാൾ ആരുമല്ല. പിന്നെ ഞാനെന്തോ പറയുന്നതിനെ പറ്റി? അത് സോഷ്യൽ മീഡിയയിലെ കമൻറ്റാണ്. കമൻ്റ് അല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റിനെല്ലാം നിങ്ങൾ മറുപടി പറയുമോ? ഇല്ല. എനിക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, പിറങ്ങ ഇങ്ങനെ തട്ടിക്കളയുന്ന സാധനമാണ്. ഞാൻ ഒരാളും അല്ലല്ലോ അയാൾ. എന്തിനാണ് ഞാൻ അതിന് അങ്ങനെയുള്ളതിനൊക്കെ കമൻറ്റ് പറയുന്നത്? ഞാനെന്തിനാ പറയുന്നത്? അല്ല, ചില കാര്യങ്ങൾ വാല്യൂസ്, ഞാൻ ഒരാളെ വാല്യൂ ചെയ്യണ്ടേ? അതിനുള്ള ഒന്നും അതിലില്ല. ഒരു വ്യക്തിനെ വാല്യൂ ചെയ്യില്ല എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട്. ഒരാളെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം അയാൾ അഭിപ്രായം പറയാനായിട്ട് എൻ്റെയൊക്കെ മേളിൽ അഭിപ്രായം പറയാനായിട്ട് ലോകത്ത് എന്തെങ്കിലുമൊക്കെ അയാൾ ഒരാൾ ചെയ്യണ്ടേ? ഒരു സിനിമയിൽ അഭിനയിച്ചാൽ 1 മാസം കൊണ്ട് കേരളം മുഴുവൻ പോസ്റ്റർ വയ്ക്കും ആ അഭിനയിച്ചവരുടെ. അവർക്ക് എന്ത് കൂടുതൽ സംഭവിക്കും? ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സാധനമല്ലേ. അതൊന്നും നമുക്ക് ആ അഭിനയിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് അറിയപ്പെട്ടു എന്നുള്ളത് പണ്ട് അറിവുള്ളവർക്ക് മാത്രമായിരുന്നു അറിയപ്പെടാൻ പറ്റത്തുള്ളായിരുന്നു. ധനമുള്ളവർ അല്ലെങ്കിൽ പദവിയുള്ളവർ ഇവരെയൊക്കെ അറിയപ്പെടത്തുള്ളായിരുന്നു. സിനിമ പോലുള്ള ടെലിവിഷൻ പോലുള്ള ന്യൂസ് വായിക്കുന്ന ആങ്കർ എല്ലാവർക്കും അറിയും. പക്ഷെ അവർക്ക് എന്തോ കൂടുതൽ അറിയാൻ പറ്റും? എന്താണ് അവർ ഇങ്ങനെ ആ ന്യൂസ് വായിക്കുന്നതിനകത്തുനിന്ന് അവർക്ക് ഭയങ്കര അറിവുകൾ വരുമോ? അത് എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവരെ എല്ലാവരും അറിയപ്പെടുമ്പോൾ പണ്ട് കാലത്ത് വളരെ പാടുപെട്ട് അറിയപ്പെടണം. ആളുകൾക്കൊക്കെ എല്ലാം വലിയ പാടായിരുന്നു അറിയപ്പെടുക എന്ന് പറയുന്നത്. സിനിമയും ടെലിവിഷനും വന്നതോടെ അതങ്ങ് പോയി. ഇത്രയും മനുഷ്യരെ അറിയുന്ന ഒരു വ്യക്തിക്ക് അഖിൽ മാരാറിനെ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല. ഇന്നലെ എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോകത്തില്ല. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ട് സാർ. ഞാൻ ഒരിക്കലും പോകത്തില്ല. ഞാൻ എന്തിനാണ് അതിനകത്ത് പോകുന്നത്? ഗോസിപ്പ് ചെയ്യുന്നവരുടെ ലോകം അത്. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കണമെന്ന് തോന്നുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് കതവ് തുറന്ന് കിടക്കുന്നുണ്ടായാലും ഞാൻ നോക്കത്തില്ല. കട്ടം പൊക്കി നോക്കുന്ന ആളല്ല. അങ്ങനെയുള്ളവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിലുള്ളവരല്ല. ബിഗ് ബോസിൽ ആരുണ്ടെങ്കിലും അവരുടെ പ്രൈവറ്റ് ലൈഫ് കാണാൻ കൊതിയുള്ള ആളുകളായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു ഷോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. കാരണം അത് എനിക്ക് അങ്ങനത്തെ അറിയേണ്ട ആവശ്യമേ ഇല്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കൊച്ചു ലോകങ്ങളെ പേരുടെ അവരുടെ സ്വകാര്യതകളിനകത്ത് ക്യൂറിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഇത് കാണുകയില്ല ഞാൻ അതിനകത്ത്. അതുകൊണ്ടാണ് അവർ വിളിക്കുമ്പോൾ പോകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതെൻ്റെ ലോകമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമല്ലാതെ വേറെന്താണ് ഈ പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ളത്? അഖിൽ മാരാർ ഒരിക്കലും ബിഗ് ബോസിൽ വന്ന ശേഷം അല്ല ഫെയിം ആയിട്ട്. എനിക്കല്ലാതെ അറിഞ്ഞുകൂടാ. എനിക്കിപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇയാൾ ലോകത്തിലെങ്ങും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പോലുള്ള ഇപ്പം ഞാൻ അടുപ്പിച്ചൊരു 3 ഇൻ്റർവ്യൂവിനകത്ത് ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ എനിക്കറിയാവൂ, അല്ലാതെ എനിക്കറിയില്ല. ശ്രമിച്ചിട്ടേ ഇല്ല. എൻ്റെ ലോകത്തേ ഇല്ല. ഏത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് അറിയുമോ?
അറിയാനൊക്കത്തില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് മേഖലയിൽ എവിടെയെങ്കിലും അറിയാൻ പറ്റുമോ? അല്ല, അദ്ദേഹം പറഞ്ഞു ഒരു 15 മിനിറ്റ് കിട്ടിയാൽ മാത്രം മതി, അത് ശരിയാക്കി പറഞ്ഞാൽ തരാം എനിക്ക് അയാളെ എന്നാണ് അറിയാം. അയാൾ 15 അല്ല 25 മിനിറ്റ് എന്ത് വേണമെങ്കിൽ എനിക്ക് അയാൾ നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അയാൾ എൻ്റെ മറുവശമല്ല. ഞാൻ ഇപ്പം ആൾക്കാർ ടെന്നീസ് കളിക്കും. ഈ ലോകത്ത് എന്താണ് ഇപ്പോൾ വിംബിൾട്ടൺ കളി തുടങ്ങുന്നുണ്ട്. നമ്മളാരെങ്കിലും കളിക്കാനായിട്ട് അവിടെ ചെന്ന് അവരവിടെ കയറ്റുമോ? ചെസ് മാസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾക്ക് ചെസ് കളി പഠിച്ച് ചെസ് മാസ്റ്ററെ കളിക്കാനായിട്ട് വിളിക്കാനായിട്ട് പോയി അവർ ഇരുന്ന് തരുമോ? അതങ്ങനെ കഴിയില്ല. അതങ്ങനെ തോന്നുന്നത് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു സ്പേസ് മാത്രം. സ്പേസ് മാത്രം. പാവം ആര് മാരാര് പാവം. ശരിക്കും ഇതൊരു പരിഹാസമല്ലേ സാർ? പരിഹാസമാണ്. ഒരാളെ പറ്റി പാവമാണെന്ന് പറയുമ്പോൾ എങ്ങനെ പാവമാണെന്ന് പറയാൻ പറ്റും? ഒരാളെ പറ്റി ഇതുകൊണ്ടാണ് അറിയാത്തൊരു വ്യക്തി കരുകൊണ്ട് അയാൾ എന്നെ ടെന്നീസ് കളിക്കാൻ വിളിക്കുക. ആണ്. അതെ, എൻ്റെ ലോകത്ത് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് ആണ്. പാവം എന്നുള്ളത് അത്രേ പറയാനൊക്കത്തുള്ളൂ. പാവമാണ്. അല്ല, ഞാനെന്ത് പറയാൻ. ഈ വേടൻ്റെ പാട്ടൊക്കെ സാർ കേൾക്കാറുണ്ടോ? വേടൻ്റെ പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഈയിടയ്ക്ക് മെനക്കെട്ട് കേൾക്കേണ്ടി വന്നു. കാരണം അയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്നുമില്ലെന്ന് ആണ്. അത് ജാതി എന്താണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ പാട്ടുകളെ കൊണ്ടുവരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഈ ഇവിടുത്തെ ജാതിവാദികളുടെ ആർഗ്യുമെൻസാണ് പറയുന്നത്. കാരണം സംവരണമാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ പറയുന്നൊരു സ്ഥലമുണ്ട്. അതുപോലെയാണ് ഹിന്ദു മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ, ബ്രാഹ്മണ മാട്രിമോണിയലൊക്കെ ഉണ്ടാക്കിയത് വേടനാണ്. ആണോ? അല്ല. ദേവസ്വം ബോർഡിനകത്ത് പൂജാരിമാരായിട്ടിരിക്കാനായിട്ട് ബ്രാഹ്മണർക്കേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് വേടനുണ്ടാക്കിയതാണ്. അല്ല, കഞ്ചാവ് ഒരു വീട്ടിനകത്ത് നിങ്ങൾ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു, അയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വീട്ടുകാർ പറയുന്ന കാര്യം വേടം പറഞ്ഞിട്ടാണ്. മനസ്സിലായില്ല. നിങ്ങളൊരാളെ പ്രണയിച്ചു, അപ്പുറത്ത് അതാണോ പെണ്ണിനെയൊക്കെ പ്രണയിച്ചെന്ന് വെച്ചോ, അവരെ എടുക്കാൻ നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ വീട് വേടം പറഞ്ഞിട്ടുണ്ടായതാണ്. ഈ നാട് പണ്ടേ ഇങ്ങനെ തന്നെയാണ്. ജാതിവാദികളുടെ നാടാണ്. അവരുടെ അവസ്ഥയെപ്പറ്റി ചൂണ്ടിക്കാണിച്ചത് മാത്രമേ വേടം ചെയ്തിട്ടുള്ളൂ. അല്ല, നിങ്ങളുടെ പഴത്തിനകത്ത് ഒരു പുഴുവുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയേ ചെയ്തിട്ടുള്ളൂ. ഒരു ഡോക്ടർ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടാണ് ക്യാൻസർ. പണ്ട് ആൾ പറയത്തില്ല, ഇങ്ങനെ പറയരുത് എന്ന് പറയത്തില്ലേ. അങ്ങനെ പറയാതിരിക്കുന്നത് വഴി ഇല്ലാതെ പോയി എന്ന് പറയുന്ന പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ പണി മാത്രമേ വേടം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേടം പറയുമ്പോൾ ഉണ്ടായതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ശിവൻകുട്ടി സാർ മുകേഷിനെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പെടുന്ന കേസിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായി, പുള്ളി ഗസ്റ്റായിട്ട് വന്നു. അത് എന്തിനാണ് വിളിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെയാണ് ഈ കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു വ്യക്തിനെ ഒരു ഗവൺമെൻറ് പ്രോഗ്രാമിൽ വിളിക്കാമെന്ന് പറയുന്നത് എന്ത്? അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി എങ്ങനെയാണ് എത്ര കേസിനകത്തുണ്ടായിരുന്ന ആളാണ്? പോസ്കോ കേസിലുണ്ടോന്ന് എനിക്കറിയാം. പോക്സോ കേസിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞാൽ. അങ്ങനെ ഒരു വ്യക്തി അപ്പോൾ പിന്നെ കേസ് അത് അത്രയേ ഉള്ളൂ. ജയിലിൽ പോകുന്നവരെല്ലാം മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതുപോലത്തെ പൊസിഷൻസ് ഉണ്ട്. കള്ളന്മാർ കിടത്തുന്ന സ്ഥലമല്ലേ ജയിൽ. പക്ഷേ അപ്പം അല്ലെന്നുള്ളത് വരുന്നത് എപ്പോഴാണ്? സ്വാതന്ത്ര്യ സമരം ഉണ്ടായപ്പോഴാണ്. അതിനു മുമ്പ് കള്ളന്മാരായ മാത്രം പോകുന്നവർ രാജാവിനെതിരായിട്ട് ചെയ്യുന്നവരെന്നാണ് മാത്രമായിരുന്നു അറിയുന്നത്. കഴിവേറികളെന്നായിരുന്നു അവരെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന വാക്കുകളിൽ നിന്നെല്ലാം മാറി ധാരാളം സമരങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ജയിലിലൊക്കെ പോകുമെന്നൊക്കെ അറിയണം. അപ്പോൾ അത് കാരണം കൊണ്ട് കേസുള്ളവരെല്ലാം മോശമാണെന്ന് പണ്ട് പഠിപ്പിച്ചിരുന്ന സാധനം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതേ സമയത്ത് എനിക്ക് നിങ്ങളീ പറയുന്ന ഇഷ്യൂ എന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ശിവൻകുട്ടി എന്താണ് മുകേഷിനെ വിളിച്ച് ഇതൊന്നും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊന്നായി ഈ പത്രത്തിനകത്ത് വായിക്കുന്നത് ഇതൊന്നും ഞാൻ നോക്കാറേ ഇല്ല. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചില പോസ്റ്ററൊക്കെ കണ്ടിട്ടൊക്കെ
അറിയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കതുകൊണ്ടാണ് ഈ സത്യത്തിൽ ഇവരെ അറിയാത്തത്. നിങ്ങൾ ഈ ടെലിവിഷനകത്ത് കാണുന്ന, ഞാൻ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പം പത്രം എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. പിന്നെ പത്രം നോക്കത്തേ ഇല്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ സാർ? സോഷ്യൽ മീഡിയക്കകത്ത് ഞാൻ ആകെ എൻ്റെ പോസ്റ്റ് ഇടുന്ന അല്ലാതെ ഞാൻ അവിടെ നടക്കുന്ന ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ നോക്കത്തേ ഇല്ല. അതിന് നോക്കുകയില്ല. അതിനകത്ത് എന്താ നടക്കുന്നത് ഞാൻ അറിയാറില്ല. പോസ്റ്റുകൾ ചിലപ്പോൾ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ കാണും. അപ്പോൾ ഒന്ന് കണ്ണ് ഉടക്കിയാൽ അത്രയും ന്യൂസ് അറിയും. ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പത്രത്തിൻ്റെ ഒരു പത്രം കിടക്കുന്ന കണ്ടാൽ രാവിലെ എണീറ്റിട്ട് വായിക്കുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ചെയ്യത്തില്ല. ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതൊന്ന് വായിക്കും. അത്രയേ ഉള്ളൂ, എടുക്കത്തിൽ. അതുകൊണ്ടാണ് സാർ ഭയങ്കര ലളിതമാക്കി പറഞ്ഞു കള്ളന്മാർ കിടക്കുന്ന സ്ഥലമാണ് ജയിലെന്ന്. അതുകൊണ്ടാണ് കള്ളന്മാർ കിടക്കുന്ന ജയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജയിലിൽ പോകുന്നവരെല്ലാം മോശമാണെന്നും കേസുള്ളവർ മോശമാണെന്നും പഠിപ്പിച്ചിരുന്നത്. അല്ല, ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ എങ്ങനെ? ഞാൻ ജയിലിൽ കിടന്ന ആളാ, നിങ്ങൾ എന്നോട് എന്തോന്ന് പറയുന്നത്? നിങ്ങൾ ഇനി എനിക്ക് പറഞ്ഞു തരിക. ഞാൻ ജയിലിൽ കിടന്ന ആളാണ്. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത് അപമാനകരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കേസുള്ളത് അപമാനകരമായിട്ട് കാണുന്നില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാക്കിയിട്ടെങ്കിലും എന്നോട് പറ. ഞാൻ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ജയിലൊന്നും എനിക്ക് മോശമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് പക്ഷെ ആ മൂല്യബോധമുള്ള ചോദ്യമാണത്. സമരവും കൊലപാതകവും കഞ്ചാവൊക്കെ വേറെയാണ് സാർ. അല്ല, വേറെയാണെന്ന് എനിക്ക് പറഞ്ഞു തരികയാണോ? അല്ല, മനസ്സിലാക്കേണ്ട കാര്യമാണ് എനിക്ക് തോന്നുന്നു ശരിക്കും. അല്ലേ? അതുകൊണ്ടാണ് 10 കേസുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അയാൾ ക്രിമിനലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് പ്രചരിപ്പിക്കാറുള്ളത്. അപ്പോൾ സമരം ചെയ്യുന്ന ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നതിൻ്റെ കേസുകളാണുള്ളത്. അത് ക്രിമിനൽ കേസുണ്ട് എന്ന് പറയുമ്പോൾ എന്താ, പോലീസുമായിട്ട് ബുസ് പിടിച്ചതിൻ്റെയാണ് ക്രിമിനൽ കേസ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പറയണം. അപ്പോൾ 10 ക്രിമിനൽ കേസും 4 സിവിൽ കേസും ഉണ്ട് എന്ന് പറയുമ്പോഴും കുറ്റവാളിയാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു ലോകമുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത് അങ്ങനെ അല്ലെന്ന്. ഞാൻ ഈ കഞ്ചാവ് കേസ് എന്ന് പറയുന്നത് കേട്ടാൽ പേടിക്കത്തൊന്നുമില്ല. കാരണം കഞ്ചാവ് വലിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ് എല്ലാവരും പരമഹംസൻ എന്ന് വിളിക്കുന്നത്. രാവിലെ തൊട്ട് ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല. എന്നാ പിന്നെ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് വിതരണം ചെയ്യാൻ മിഠായി പോലെ. നിങ്ങളെന്താ കഴിക്കാത്തെ? എനിക്കതിനോട് അപ്പോൾ പിന്നെ നിങ്ങളത് അങ്ങനെ പറയണ്ട. ഞാൻ എപ്പോഴാണ് സ്കൂളിൽ കൊടുക്കണം പറഞ്ഞത്? അല്ല, ഓരോ ആൾക്കാർ ഇത് കാണുമ്പോൾ കഞ്ചാവ് വളരെ സില്ലിയാണെന്ന് കേൾക്കുമ്പോൾ ഉപയോഗിക്കാൻ ശരിക്കും തോന്നും സാർ. അതാ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് ശ്രീകൃഷ്ണ അല്ല, പരമഹംസനും വിവേകാനന്ദനും എല്ലാം ഉപയോഗിക്കുന്നതായിരുന്നു. ഞാൻ അവരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് പഠിക്കണമെന്നാണല്ലോ ഈ വിദ്വാന്മാരെല്ലാം പഠിപ്പിക്കാറുള്ളത്. പരമഹംസൻ രാവിലെ തൊട്ട് വൈകുന്നേരം ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം അയാളിങ്ങനെ പുകയ്ക്കകത്തായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് ബ്രഹ്മജ്ഞാനികളൊക്കെ ആകുന്നത്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഇരുന്നതാണല്ലോ. ഇപ്പം ഈ വടക്കേ ഇന്ത്യയിലെ കുംഭമേള നടത്തിയായിരുന്നല്ലോ. ഇവിടുത്തെ ഗവൺമെൻറ് പണം ചെലവഴിച്ച് നടത്തിയതാണല്ലോ. അവിടെ ഇങ്ങനെ മലന്ന് കിടന്നവന്മാർ പിന്നെ വേറെ എന്തുവായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്? വലിച്ചുകൊണ്ടിരുന്നത്? ദിവസവും പാങ്ങടിച്ചിട്ടാണല്ലോ ആ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. അപ്പോൾ അത് കറപ്പാണ്. ഇതെല്ലാം ചെയ്യുന്നവരല്ലേ അവർ? യോഗിമാരെല്ലാവരും അല്ലേ ഈ നാട് ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്നത്? അമ്മമാരെല്ലാം രാവിലെ തൊട്ട് വലിക്കുന്നതല്ലേ ഇതല്ല? നിങ്ങൾ ഏത് കുട്ടികളെ പറ്റിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇവരൊക്കെ അല്ലേ മോഡല്? ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും സ്കൂളിൽ കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ വകയാണ്. സ്കൂളിൽ ഞാൻ കൊടുക്കണമെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങളാണത് പറഞ്ഞത്. ഞാനിത് പറയുമ്പം ഒരു കൊള്ളാവുന്ന സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പം അത് നിങ്ങൾ ഉടനെ സ്കൂളിൽ കൊടുക്കണം എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ കേസിനെ പറ്റി പറഞ്ഞ പോലെ ഉള്ള സാധനമാണ്. എന്ത് കണ്ടുപിടിക്കുന്നത്? നിങ്ങളെ കണ്ടുപിടിക്കാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളെ കണ്ടുപിടിക്കുന്നതിനേക്കാളും വലിയതുണ്ട്. ഒരു വീട്ടിനകത്ത് അയലത്ത് പോയി തിന്നരുതെന്ന് പഠിപ്പിക്കുന്ന, അയലത്തുള്ളവരുടെ അടുത്ത് വീട്ടിൽ കയറരുതെന്ന് പഠിപ്പിക്കുന്ന കൊള്ളാത്ത വീട്ടിൽ ജനിച്ചവരവരല്ല. അതിനേക്കാളും ഭീകര പ്രവർത്തനമൊന്നും കഞ്ചാവിലില്ല. എല്ലാ ജാതിവാദികളെക്കാളും മോശപ്പെട്ട ഒന്നല്ല കഞ്ചാവ്. ഉറപ്പാ. മദ്യപാനം ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ സ്ഥലത്തൂടെയും വ്യവസായത്തിലോ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിനേക്കാളും കുറ്റവാളികളായ ആരും ഇല്ല ഇവിടെ. മുഴുവൻ എണ്ണത്തിന് മന്ത്രി സഹിതം തൂക്കിക്കൊല്ലണം നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ. എന്ത് മോഡലാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക്? നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്ക് ശരിയാണെങ്കിൽ
നിങ്ങളങ്ങനെയല്ലേ പറഞ്ഞേ? മദ്യം വേറെ ആരും വിൽക്കരുത്, ഞങ്ങൾ തന്നെ വിൽക്കും എന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ അല്ലേ നിങ്ങൾ ആ മന്ത്രിയെ കാണുമ്പോൾ എണ്ണീറ്റ് നിൽക്കത്തില്ലേ? എക്സൈസ് മന്ത്രിയെ കാണുമ്പോൾ നിങ്ങൾ എണ്ണീറ്റ് നിൽക്കത്തില്ലേ എന്ന്? ഞാൻ നിൽക്കാറില്ല. എന്താ പറയുന്നത്? നിങ്ങളൊന്ന് ഇരുന്ന് നോക്കണം. അധികം ആങ്കറൊന്നും പിന്നെ ആകത്തില്ല. അല്ല സാറേ, അപ്പോൾ അത്രയും മനസ്സിലാക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് ക്രിമിനൽ കുറ്റം പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. ആണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ നടത്തുന്ന സ്കൂളിലല്ലേ? അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ച ഈ ചോദ്യം ഇവിടുത്തെ മന്ത്രിയോട് ചോദിക്കാത്തേ? അതിനൊരു വ്യക്തത ഞാൻ പറഞ്ഞുതരാം. സാറ് പറഞ്ഞു കഞ്ചാവിനേക്കാളും ദോഷമാണ് മദ്യപാനം എന്ന് പറഞ്ഞു. എന്താ എത്ര സംശയം? ഏത് തരത്തിൽ ലോകത്തിലെ ഏത് ഡോക്ടറോടും എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും 1000 മടങ്ങ് കൂടുതലാണ്. അല്ല, ഇപ്പൊ കാണുന്ന കൊലപാതകമൊക്കെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് സാർ. അത് നിങ്ങൾ ഈ പത്രം വായിച്ച ആളല്ലേ? പത്രം വായിച്ച ആളല്ലേ ഈ പറയുന്നേ? പത്രം വായിച്ച അല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടുന്നാണ് വിവരമുള്ളത്? അല്ല, ഞാൻ ഈ പത്രത്തിനകത്തൂടെ ഈ കഞ്ചാവ് വലിച്ചിട്ടാണ് ഈ അമ്മയെ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയല്ലേ? അങ്ങനെയാണെങ്കിൽ മദ്യപാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് മോദി ആളെ വിട്ട് ബോംബ് ചെയ്യിച്ചില്ലേ? അയാൾ എത്ര കഞ്ചാവും എത്ര മദ്യവും കഴിച്ചിട്ടുണ്ടാവും? പറ. ഇപ്പോൾ ട്രംപും നെതന്യാഹുവും കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പോയി ബോംബ് ഇട്ടിട്ടുണ്ട്. കഞ്ചാവും കള്ളും കുടിച്ചിട്ടായിരിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും കഞ്ചാവ് അല്ല അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇത്രയും പേര് കൊന്നതാണല്ലോ കണക്ക്, വയലൻസ് ഉണ്ടാക്കിയതാണല്ലോ കണക്ക്. ഇപ്പം യുദ്ധം നടത്തിയിരിക്കുന്നവർ മുഴുവൻ കഞ്ചാവും കള്ളും വലിച്ചവരായിരിക്കണമല്ലോ അല്ലേ? അല്ല, അവരാണ് സെയിനെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവരാണ് നല്ലത്. കാര്യമുണ്ട്, അവർ അമ്മയെ കൊല്ലുന്നുള്ളു. മറ്റേതങ്ങനല്ല, ഒരു പരിചയമില്ലാത്തവരുടെ മറ്റേ ബോംബിടും. അപ്പോൾ പിന്നെന്താണ്? പറ. നിങ്ങളുടെ നിങ്ങളുടെ ടൂള് വെച്ചിട്ടാണ് വയലൻസ് ഉണ്ടാക്കുന്ന, അയലത്തുള്ളവരുടെ അടുത്ത് ചീത്ത പറയുന്നു എന്നൊക്കെ ഉള്ളതാണല്ലോ. ബോംബിടുന്നവരാരും കഞ്ചാവ് വലിച്ചവരല്ല. വളരെ സെയിനായി രാവിലെ വരുന്ന ഗൂഢാലോചന നടത്തി കൊല്ലുന്നവരാണ് പട്ടാളത്തിലിരിക്കുന്നവർ മുഴുവൻ. മറ്റേതങ്ങനല്ല, പെട്ടെന്ന് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ കോടതിയിലെല്ലാം കേസെടുക്കുന്നത്. ഗൂഢാലോചന നടത്തി കൊല്ലുന്നത് യുദ്ധം ചെയ്യുന്നവരാണ്. അതെല്ലാം സെയിനായ ആൾക്കാരാണ്. കഞ്ചാവിനകത്ത് ബലമുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു തെറ്റുമില്ല. കാര്യമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹം നല്ല കഞ്ചാവ് വലിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് നാട്ടിനകത്ത് പരമഹംസന. നിങ്ങൾക്ക് പരമഹംസത്വം വേണോ? യോഗി ആദിത്യനാഥ് ആകണോ? കുംഭമേളയിൽ പോകണോ? കഞ്ചാവ് വലിക്കണം. ഇത് മൂന്നുമാണ് ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിച്ച് ഈ അടുത്തിടയ്ക്ക് നടത്തിയ ഉത്സവമാണ് കുംഭമേള. അവിടെ ഉള്ള മുഴുവൻ പേരും കഞ്ചാവ് വലിച്ചവരാണ്. അവിടെ കിടക്കുന്നത് നമ്മൾ എവിടെ പോയി നമ്മളെല്ലാം കാണുന്നതല്ലേ? ഞാൻ പോയ സ്ഥലങ്ങളായതല്ല. ഈ പറയുന്ന മുഴുവൻ ആശ്രമങ്ങളിനകത്തും ഈ പറയുന്ന ഹിമാലയത്തിലും ഒക്കെ പോയി ഗുഹയിലൊക്കെ ഇരുന്ന് ഒരു വിത്തനാ ഞാൻ. എനിക്കിനി ഞാനിനി നേരിട്ട് അനുഭവിച്ചില്ല എന്നും കൂടെ പറയല്ലേ? കഞ്ചാവ് വലിക്കുന്നവന്മാരും കറുപ്പ് തിന്നുന്നവന്മാരും ഭരിക്കുന്ന നാടാണ് നമ്മുടെ. അവരാണ് ഇപ്പോൾ പാർലമെൻറ്റിലിരിക്കുന്നത്. ഈ ഇടയ്ക്ക് നമുക്ക് നോക്കിയാണ് കുറേ നഗ്ന സന്യാസിമാരെല്ലാം അതിനകത്ത് ഇരിക്കുന്നതാണ്. കഞ്ചാവ് മാത്രം വലിക്കുന്നവരാ. ഇന്ന് ആരോട് പറയാ? നിങ്ങൾ മോഡൽ അവരല്ലേ? അപ്പോൾ ഇനിയുള്ളൊരു കേരളം അല്ലെങ്കിൽ ഇനിയുള്ള നാട് എങ്ങനെയാണ്? ഈ കേരളം നാടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ കഞ്ചാവ് വലിക്കാതിരിക്കുന്നവർ ചെയ്യുന്ന യുദ്ധത്തിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെയിനായ, വളരെ സെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സമനില നേരെ നിൽക്കുന്നവരെന്നാണ് പറയുന്നത്. അതിനെയാണ് സെയിൻ, സാനിറ്റി. അപ്പോൾ ആ പറയുന്ന ആൾക്കാരല്ലേ യുദ്ധമെല്ലാം ചെയ്യുന്നത്. അത്രയും വയലൻസ് ഇവരാരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയാണെന്ന് ചെയ്യുന്നത്. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചവനും ചെയ്തിട്ടില്ല.
ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും കലാപം നടത്തി കൊന്ന ആൾക്കാരാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത്. ഞാൻ ആരെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? പറ, നിങ്ങൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണോ സാർ? ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പോയി കഞ്ചാവ് വലിക്കുന്നവരെല്ലാം കഞ്ചാവ് വലിച്ച് അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് വെടിവെക്കുന്നവർ സെയിനായ ആൾക്കാരാണ്. അല്ല, അങ്ങനെയാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബരിമല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രം. അതാണ്, ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമാണ്. അല്ലെങ്കിൽ ഒരാളും അവിടെ പോകത്തില്ല, പൊയ്ക്കൂടാ. കാരണം കാട് നശിപ്പിക്കുന്ന പണിയാണ്. ഇന്ന് നമ്മൾക്ക് അല്പം ഇക്കോളജി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലൊന്നും ചെയ്തുകൂടാ. പക്ഷേ പണ്ടേ തൊട്ട് ആൾക്കാർ പോകുന്ന കണ്ട് പോകട്ടെ എന്ന് തീരുമാനിക്കും. ഒരിക്കൽ പോലും അവിടെ പോയിട്ടില്ല. ഞാൻ പോയില്ല. അവിടെ ഞാൻ പോയി അതിനകത്ത് ഞാൻ ആ കാട് നശിപ്പിക്കുന്ന ഒരു പണിയിലും ഏർപ്പെടത്തില്ല. കടുവ ഉള്ള സ്ഥലമല്ലേ, പോയിക്കൂടാ. അതൊക്കെ ജീവിക്കേണ്ടതാണ്. അവിടുത്തെ കടുവയൊക്കെ ഇളക്കി വിട്ടാണ് അതുങ്ങളൊക്കെ താഴോട്ടൊക്കെ ഇറക്കി വരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ പഠിക്കണം. ലോകത്ത് മനുഷ്യർ പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ സമ്മതിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ശരിയായതുകൊണ്ട് ചെയ്യുന്നതല്ല. നാട്ടിലെ ആളുകൾ പലതും ചെയ്തിട്ടുണ്ട്. അതുപോലൊരു സാധനമാണ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുക എന്നുള്ളത്. നമ്മൾ ഈ നിയമമൊക്കെ ഉണ്ടാക്കി തമ്മിലുള്ള അടികളൊക്കെ കുറച്ച് ആളുകൾ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് പരസ്പരം ചർച്ച ചെയ്ത് അതിന് മീഡിയേറ്റേഴ്സായിട്ട് വക്കീലന്മാരിൽ നിന്ന് അതിൻ്റെ മേലൊരു തീരുമാനം എടുക്കാൻ ഒരു ജഡ്ജിയൊക്കെ ഇരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് പകരം ആ ചെയ്യുന്ന സാധനത്തിന് പകരം തോക്കുണ്ടാക്കി വെടിവെക്കുക എന്ന് പറയുന്നത് വളരെ പ്രാകൃത ലോകമാണ്. അതിന് പട്ടാളത്തിൻ്റെ പേരും പറഞ്ഞ് വെടിവെച്ചാലും അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആരോപണ ഏർപ്പെടുത്തുമോ? നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള വഴക്കിന്? എൻ്റെ ഭർത്താവും തമ്മിലുള്ള വഴക്ക് ഞാൻ പബ്ലിക്കാക്കാൻ നിൽക്കാറില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇടനിലയ്ക്ക് ഇപ്പോൾ ആരോപിച്ചവർ വെട്ടിച്ചാകാനായിട്ട് രണ്ടുപേരെ വിളിച്ച് യുദ്ധം ചെയ്യിക്കുമോ? പണ്ട് ഇവിടെ ചെയ്തിരുന്നതല്ലേ. തച്ചോളിയോ തന്നെയും ആരോപിച്ചവരെയൊക്കെ എങ്ങനെയാണ് ചാവേർപ്പട പോലെ വെച്ചിരുന്നതല്ലേ. തമ്മിലൊരു തേക്കും കുറ്റിയുടെ മേളിൽ വഴക്കാണ് രണ്ട് മുതലാളിമാർ, അയലത്തുകാർ. അതിനു വേണ്ടി രണ്ടുപേർ തമ്മിൽ അടിച്ച് ചാവും, ഒരുത്തൻ ചാവും. ഇവരുമല്ല ഈ തേക്കും കുറ്റിയുടെ ആൾക്കാരല്ല ചാകുന്നത്, കാശ് കൊടുത്തിട്ട് നടത്തുന്ന. ഇതെല്ലാം നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, ആ വയലൻസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിരുന്നത് ഒന്നും തന്നെയും ഈ പറയുന്ന മയക്കുമരുന്നോ കഞ്ചാവ് വലിക്കുന്നവരോ ഒന്നുമല്ല. വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചെയ്തിട്ടുള്ള ആളുകൾ. അവർ നടത്തുന്ന യുദ്ധത്തിനേക്കാളും വലിയ വയലൻസ് ഒന്നും ലോകത്ത് ഇതൊന്നും ഉപയോഗിക്കുന്നവരിൽ ചെയ്യുന്നില്ല. അത്രയും നമ്മൾ അറിയണം. ഇപ്പം അതുതന്നെ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ അതുകൊണ്ട് ആ ബോംബ് അവിടോട്ട് ഇവിടെ ആ ഇറാനിലും ഇസ്രയേലിലും ഒക്കെ ഇടുന്നില്ലേ? അവർ ചെയ്യുന്ന വയലൻസ് ആരെങ്കിലും, ഈ ആളുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളീ പറയുന്ന സാമൂഹ്യ ദ്രോഹികൾ ഒന്നുമില്ല. അതുകൊണ്ട് അത്ര മെച്ചപ്പെട്ട മനുഷ്യന്മാരൊന്നുമല്ല ഈ നാട് നടത്തുന്നത്. അവർ നടത്തുന്ന നാടായതുകൊണ്ടാണ് ഇവരെല്ലാം കഞ്ചാവ് വലിക്കാൻ ബാധ്യത വരുന്നത്. ആത്മഹത്യ ചെയ്യുന്ന ദിവസമാണ് ഒരാൾ തെറ്റ് ചെയ്തതെന്ന് കണ്ടെത്തുന്ന പോലെ അവരെ അവിടെ എത്തിക്കുന്നതിന് നല്ല പണി വീട്ടുകാരും നാട്ടുകാരും ചെയ്തിട്ടുണ്ട്. ഇതുപോലാണ് ഈ ഭരിക്കുന്ന ആൾക്കാർ ചെയ്തെടുക്കുന്നതിൻ്റെ ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് റോഡിലൊക്കെ ആൾക്കാർ കഞ്ചാവ് വലിച്ച് കിടക്കുന്നത്. അല്ലാതെ അവരല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് ലോകത്ത് കഞ്ചാവ് യൂസ് ചെയ്യുന്ന കുഴപ്പമില്ലാന്ന് ഈ പറഞ്ഞ വ്യക്തി, നിങ്ങൾക്ക് കഞ്ചാവിനെ പറ്റി മാത്രമേ അറിയാവൂ. അല്ല, ഞാൻ ചോദിക്കുകയാണ് സാർ. ഇപ്പൊ ഭയങ്കര ഇത്രയും നേരം ഞാനിവിടെ പറഞ്ഞോണ്ടിരുന്ന കാര്യങ്ങളിനകത്ത് അത് വലിയ മീനെ കണ്ടാലേ കൊത്തണ്ടാന്ന് തീരുമാനിക്കുന്ന കൊക്കിനെ പോലെ ചെറിയ മീനിൻ്റെ മേളിൽ പിടിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും ദ്രോഹകരമായിട്ടുള്ള ആറ്റം ബോംബ് ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നവർ കഞ്ചാവ് വലിക്കുന്നവരല്ല. അത്ര അറിയണം. അപ്പം ദ്രോഹികളായിരിക്കുന്ന മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന ഒരു സമൂഹത്തിനകത്തെ ഉൽപ്പന്നമാണ് അവർ. ആ മേഖല മാറ്റിയാൽ നിങ്ങൾ ഈ പറയുന്ന കഞ്ചാവ് വലിക്കുന്നവർ താനേ ഇല്ലാതായി. ആത്മഹത്യ ചെയ്യുന്നത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിനകത്ത് മനുഷ്യർ പരസ്പര ബഹുമാനമുള്ള മനുഷ്യരുള്ള വീടുകളുണ്ടാകുമ്പോൾ ആത്മഹത്യകൾ സ്വാഭാവികമായി കുറയും. അല്ല, ആത്മഹത്യ ചെയ്തവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ചർച്ചയ്ക്കകത്ത് ഞാനില്ല.
ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്ന ആൾക്കാർ അമ്പലം മുഴുവനും പള്ളിയിൽ മുഴുവനും കിടന്ന് കരഞ്ഞു പോയി പെണ്ണുങ്ങളെല്ലാം പോകുന്നത് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട്. ആകെ ലെജിറ്റിമേറ്റ് ആയ 2 സ്ഥലമാണ് പള്ളി അമ്പലം. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ബഹളമാണ് അവിടെ. എന്നോട് പുറത്തിറങ്ങി ഇറങ്ങും പോയി ഒരു കാര്യം ചെയ്യാൻ അവരെ അനുവദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഞാൻ ഈ അമ്പലത്തിലും പള്ളിയിലും നിന്ന് അവർ പോകണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പോകാനൊരിടവേ ഉള്ളൂ. അതതിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പം നമ്മൾ ഈ നാട്ടിലെ ഈ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് നടക്കുന്ന മനുഷ്യരുണ്ടാകുന്നത് ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന മനുഷ്യർ നാട് ഭരിക്കുന്നുണ്ടാണ്. അവരുടെ ഇതുകൊണ്ടാണ്. ആ കാശ് ഒരു 1000 കോടി 1600 കോടി വിലയുണ്ട് ഒരു റാഫേൽ പ്ലെയിൻ. 1600 കോടി നമ്മളുണ്ടാക്കുന്ന അതിനകത്ത് കൊണ്ടുപോയി ഇടുന്ന ഒരു ബോംബിന് ഒരു 1000 കോടി ചിലവ് വരും. ഇടുന്ന ആരുടെ മണ്ടേല? ഈ കഞ്ചാവ് വലിച്ച് അവിടെ കിടക്കുന്നതിൻ്റെ മണ്ടേല. ദരിദ്രവാദിയാണ്. 10 രൂപ 200 രൂപ ഉണ്ടാക്കുന്ന അവിടെ പശുവിനെയും വളർത്തി കൊച്ചിനെയും വളർത്തി ഇരിക്കുന്നവരുടെ തലയെ ബോംബിടാനായിട്ട് 2500 കോടി രൂപ ചെലവഴിച്ച് ചെയ്യുന്ന ഈ മഹാന്മാരുടെ കീഴിലാണല്ലോ നിങ്ങൾ ഈ രാജ്യം കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞിട്ടിരിക്കുന്നത്. ദ്രോഹികളുടെ നാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം വലിച്ചു പോകുന്ന കഞ്ചാവ് അത്. അവർ ആ കഞ്ചാവെങ്കിലും വലിച്ചതൊന്ന് മറന്നോട്ടെ. സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ സാർ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ആദ്യമായിട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് എന്നെ വിളിച്ചത് ജി അരവിന്ദനായിരുന്നു. എസ്തപ്പാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അഭിനയിക്കുക. അന്ന് ഞാൻ സന്യാസിയായിട്ട് സ്വാമിയായിട്ടൊക്കെ ഇരിക്കുന്ന കാലമാണ്. അപ്പോൾ ഞാനന്നൊരു വലിയൊരു സ്വാമിയാകാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന കാരണം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനതിനകത്ത് അദ്ദേഹം 2 തവണ തന്നെ ഷാജിയും അരവിന്ദനും കൂടെ ആയിരുന്നു. അന്ന് ഞാൻ വർക്കല ഗുരുകുലത്തിലിരിക്കുമ്പോൾ അവിടെ വന്ന് എന്നെ വിളിച്ചതാണ്. അന്ന് അത് മറ്റേ നെടുമുടി വേണു എൻ്റെ സീനിയറായിട്ട് SD കോളേജിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ സിനിമ അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നവരെല്ലാം സിനിമ എടുക്കുന്നവരും അഭിനയിക്കുന്ന ഒത്തിരി പേരെ അറിയും. അവരെല്ലാവരും ഇങ്ങനെ പറയും എന്തെങ്കിലും ഒരു റോളിലൊക്കെ എന്നെ ഇങ്ങനെ ഞാനൊരു അധ്യാപകനായിട്ടും ഒക്കെ ഒരു അച്ഛനായിട്ടും ഒക്കെ ഞാനിങ്ങനെ ഇച്ചിരി സീനിയറായിട്ട് വന്ന സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അഭിനയത്തിൻ്റേതായ ലോകങ്ങൾ എൻ്റെ മുന്നിൽ എപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് അങ്ങനെ അതിനു വേണ്ടി ചിലവഴിക്കാൻ ഒരു സമയത്തും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ലോകമല്ല. അതുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് അഭിനയിക്കാത്തത്. ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഈയിടയ്ക്കും കാരണം ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് എന്താണ് ഞാനിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വിഷമിപ്പിച്ച ഒരു സംവിധായകൻ പോലും വിളിച്ച് ഒരു ക്യാരക്ടറുണ്ട് നിങ്ങൾ അഭിനയിക്കുമെന്ന്. അത് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ മാത്രമായിട്ട് തന്നെ പ്രധാന കഥാപാത്രമായിട്ടൊക്കെ ആളുകൾ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലോകമല്ലെന്ന് എനിക്കറിയുന്നതുകൊണ്ടാണ്. ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ഞാൻ ഒറ്റ വരി പറയാൻ ശ്രമിച്ചിട്ട് എന്നെ കുറേ നേരം എടുത്തെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം വന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്നവരോടൊക്കെ. അവർക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ. ആ മേഖലയിൽ ഞാനത് എൻ്റെ ഒരു ലോകമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഇല്ല. ഓരോ മേഖലകളിൽ ശത്രുക്കൾ ഉണ്ടാവുന്നെന്ന് പറയുന്ന പോലെ ഇപ്പോൾ വേടൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ഫേമസായി. ഒത്തിരി ആൾക്കാർ തിരിച്ചറിഞ്ഞു. ആ പാട്ടുകൾ ഡെയിലി പാടിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തൻ്റെ DNA-ൽ വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കാനുള്ളൊരിതില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തായിരിക്കും സാറ് പറയുന്നത്? നിങ്ങൾ വേടനെ പറ്റിയേ? ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യം വെച്ചിട്ടാണ് അയാളുടെ ജീവിതത്തിനകത്ത് കടന്നു പോയിട്ടുള്ള ദുഃഖകരമായ അവസ്ഥ കൊണ്ട് പറയുന്ന വരികളായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അല്ല, തൻ്റെ DNA-ൽ ഉയർന്ന വിദ്യാഭ്യാസം അതാ പറഞ്ഞ DNA എന്ന് അയാൾ പറയുന്ന സമയത്ത് DNA ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. നമ്മുടെ കൂറിലില്ല എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്ന പോലുള്ളൊരു പ്രയോഗമാണ്. ആൾ ചില പറയത്തില്ല ഞാൻ ആ പെഡിഗിരിയിൽ പെടുന്നവരല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ പ്രയോഗത്തിൽ വരുന്നതാണ്. അല്ലാതെ ടെക്നിക്കലി DNA-യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. DNA എന്താണെന്ന് അറിഞ്ഞുകൂടാന്നാണ് വേടൻ പറഞ്ഞത്. സത്യത്തിൽ അത് സത്യമാണ്. കാരണം DNA എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി വേടൻ അറിഞ്ഞുകൂടാ. അയാൾ DNA എന്ന് പറയുന്നതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. സാംസ്കാരികമായി അവർ ജീവിച്ചിരുന്ന അന്തരീക്ഷത്തിനകത്ത്
വിദ്യാസമ്പന്നരാകാൻ വേണ്ടിയുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ കഴിയുന്നവർ ഇപ്പോൾ ആദിവാസികളായിരിക്കുന്ന ആൾക്കാരോട് റോക്കറ്റ് എങ്ങനെ വിടുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അതേ സമയത്ത് അവിടുന്ന് ഒരു കുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വളർത്തുകയാണെന്ന് വെച്ചു പെട്ടെന്ന് അവർ പറയും. അങ്ങനെയാണ് അത് മാറുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ, അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞ പല സ്ഥലങ്ങളിലുള്ള കുട്ടികളെ ഒന്നിച്ച് വളർത്തി അവർ ഒരു ഭാഷ സംസാരിക്കുന്നവരായി പോകും. എന്ത് ഭാഷയിലാണോ അവരോട് സംസാരിക്കുന്നത് ആ ഭാഷ പഠിക്കും. അല്ലാതെ പല സ്ഥലത്തു നിന്നെടുത്തവർ ഓരോ കുട്ടിയും അത് ഭാഷ സംസാരിക്കുകയാണോ ചെയ്യുന്നത്? ഒന്നുമല്ല. അത് കേട്ട് വളർന്നാലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആ പറയുന്നത് സാമൂഹ്യ സാഹചര്യത്തിനകത്ത് എവിടെ വളരുന്നു എന്നനുസരിച്ചിട്ട് കിട്ടുന്നതിനെയാണ് അയാൾ അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് ഇല്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ലാതെ DNA എന്ന് പറയുന്ന കറക്റ്റായിട്ട് അയാൾ സയൻറ്റിഫിക്കായി പറഞ്ഞില്ലെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈ ഒരാൾ പറയുന്നതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കാതെ പറയുന്നു എന്നുള്ള വേറെ അർത്ഥമൊന്നുമില്ല. LGBTQ അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ കഞ്ചാവ് വലിക്കുന്നവരെ പോലുള്ള പ്രശ്നങ്ങളല്ലേ പറയുന്നത്? പിന്നെല്ലാം എന്താണ് ഈ കേരളത്തിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആൾക്കാരെ ഓർഗനൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. ആദ്യം ഞാൻ ഇവിടെ സെക്സ് വർക്കേഴ്സിനെ ലൈംഗിക തൊഴിലാളികളെ ഓർഗനൈസ് ചെയ്ത സമയത്താണ് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുകയും അവരുണ്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ട്, സവിശേഷമായ പ്രശ്നം അവർക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയും ആണും പെണ്ണും മാത്രമല്ല ലോകത്തുള്ളതെന്ന് പണ്ടേ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പണ്ടേ അത്തരത്തിലുള്ള നപുംസകം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന. അപ്പോൾ പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നവർ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് സാമൂഹികമായ അസ്തിത്വം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരുന്നു. അവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കത്തില്ല. ആ അംഗീകരിക്കാതിരിക്കുന്ന വഴിയാണ് നമ്മളെല്ലാം പണിയെടുത്ത, എനിക്ക് നല്ല ധൈര്യത്തോടെ നമ്മൾ പണിയെടുത്തിട്ട് മാത്രം ഉണ്ടായതാണ് റേഷൻ കാർഡിനകത്തെ 3ാമത്തെ കോളം. ആണ് പെണ്ണ് അതർ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടായത്. അവരുണ്ട് എന്ന് സാമൂഹികമായി അംഗീകരിക്കുന്ന ഒരു പോയിൻ്റാണ്. ഇതുപോലുള്ള ഇന്ന് ട്രാൻസ്ജെൻഡർ ബോർഡുള്ള ഒരു നാടാണ് കേരളം. അങ്ങനൊരു സാധനം ഇല്ലായിരുന്നു പണ്ട്. ഇതൊക്കെ നമ്മളെല്ലാം പണിയെടുത്തുണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ സാധനത്തിനകത്തൂടെ അവരെപ്പറ്റി അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യം എനിക്കില്ല. അവർ ഉണ്ടെന്നും അവരെ അംഗീകരിക്കേണ്ടതുണ്ടെന്നും ഉള്ള അറിവാണ് എനിക്കുള്ളത്. ഈ അവിഹിതത്തിനെ പറ്റി എന്താണ് സാറിന് പറയുന്നത്? അത് പഴയ കാലത്തെ ഒരു വിവരം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വിവാഹം എന്ന് പറയുന്നതാണ് ശരി എന്ന് പഠിപ്പിച്ചിരുന്ന സമൂഹത്തിനകത്താണ് ഈ അവിഹിതമുള്ളത്. ഹിതവും അഹിതവും എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടാകുന്നത് പഴയകാല നിയമത്തിനകത്തു നിന്നുണ്ടാകുന്നത്. അല്ല, ലോകത്ത് അവിഹിതം എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം നിയമപരമായിട്ട് പ്രായപൂർത്തിയായ ആൾക്കാർക്ക് പരസ്പര സമ്മതത്തോടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുമ്പോൾ, പരസ്പര സമ്മതത്തോടെ അവർ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിനകത്ത് അഹിതമായി അവിഹിതമായി ഒന്നുമില്ല. രണ്ടുപേര് തമ്മിൽ കരാറുണ്ടാക്കുന്നു, വേറൊരാളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാക്കിക്കൂടാ എന്നുള്ള കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാറ് തെറ്റിക്കുന്നതിനാണ് അവിഹിതം എന്ന് പറയുന്നത്. കരാറുണ്ടാക്കിയവർ മാത്രമേ ഉള്ളൂ. രണ്ടുപേര് തമ്മിൽ മാത്രമേ ശാരീരിക ബന്ധം നടത്തത്തുള്ളൂ എന്ന് എപ്പോഴാണോ ആ കരാറിൽ ഏർപ്പെടുന്നതിന് ശേഷം മാത്രമേ അതുള്ളൂ. അത് ആ കരാറ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് അറിയണം. നിങ്ങളുണ്ടാക്കിയ കരാറ് കൊണ്ടാണ്. നിങ്ങളൊരു കരാറുണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിഹിത ബന്ധത്തിൽ ഇല്ല, ബന്ധങ്ങളേ ഉള്ളൂ. ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ സാറ് 24 ന്യൂസിൽ ഒരു അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഡോക്ടർ അരുൺകുമാറാണ് ചോദിക്കുന്നത്, 20 വർഷമായി, അതായത് ഡോക്ടർ ജയശ്രീയായിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മറ്റൊരു സ്ത്രീയുമായിട്ട് ഇതുവരെയും ലൈംഗിക ബന്ധത്തിൽ പോയിട്ടില്ല എന്ന്. 20 വർഷത്തെ കാര്യം പറഞ്ഞു. 20 വർഷമായിട്ട് 20 വർഷം ഞാനും ജയശ്രീയും ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുണ്ടാക്കിയ കരാറിനകത്ത് മറ്റുള്ളവരെ പ്രണയിക്കാവുന്ന ഇഷ്ടപ്പെടാവുന്നുള്ള അവകാശവും കൂടെ നിലനിർത്തിയതാണ്. പക്ഷേ എനിക്ക് 2 പേരോട് പ്രണയത്തിന് ഏർപ്പെട്ടാൽ കുട്ടിയെ വളർത്തുന്ന പണിയിനകത്ത് സമയമില്ലാതെ വരും എന്നുള്ള അറിവ് കൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത്.
അല്ലാതെ അവിഹിതമാണെന്നും തെറ്റാണെന്ന് വിചാരിച്ചിട്ടല്ല. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രണയം ഉണ്ടായാൽ അതിന് കാതലായ ആവശ്യമുള്ളത് സമയമാണ്, അറ്റൻഷനാണ്. ആ രണ്ട് സാധനവും നമ്മൾ രണ്ട് പേരെ പ്രണയിച്ചാൽ കൊടുക്കാൻ കഴിയാതെ വരും. നിങ്ങൾ ആയിട്ട് ഞാൻ പ്രണയത്തിലായെന്ന് വെച്ചു, വേറൊരാളുമായിട്ട് പ്രണയത്തിലായെന്ന് വെച്ചു, അവർ സിനിമ കാണാൻ പോകാൻ പറയുമ്പം നിങ്ങൾ നമുക്ക് കടപ്പുറത്ത് പോകാമെന്ന് പറയും. അപ്പം ഞാൻ ആരോടെങ്കിലും കള്ളം പറയാൻ പറയും, ബാധ്യത വരും. കാര്യം രണ്ടിടത്ത് നമുക്ക് ഒന്നിച്ചെത്താൻ പറ്റത്തില്ല എന്നാണ്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കൂട്ടുള്ള വല്ല വിദ്യയും പഠിക്കേണ്ടി വരും, അല്ലാതെ രക്ഷയില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞ് നമ്മളുണ്ടാക്കിയ കരാറ് പ്രകാരം ഒരേ സമയത്ത് രണ്ടുപേരെടുത്ത് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞാനത് ഏർപ്പെടാതിരുന്നത്. അത് 20ാമത്തെ വർഷം കനി 18 വയസ്സായപ്പോൾ കനിക്ക് കത്തും ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ വർക്ക് തീർന്നു, ഇനി ഞാൻ സപ്പോർട്ട് തരത്തേ ഉള്ളൂ. സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ. 20ാമത്തെ വർഷം ആയപ്പോഴത്തേന് ആ ഏരിയ തീർന്നു, വർക്ക് തീർന്നു കൊണ്ടാണ് ഞാൻ, അല്ല ജയശ്രീയെ ഉപേക്ഷിച്ചെന്നല്ല പറഞ്ഞത്. അത് ആളുകൾ ഈ പത്രക്കാരാണല്ലോ ന്യൂസ് എഴുതുന്നത്, അവന്മാരുണ്ടാക്കിയതാണത്. ഞാൻ പത്രസമ്മേളനത്തിനകത്ത് അത് പറഞ്ഞിട്ടില്ല. പത്രസമ്മേളനത്തിനകത്ത് വയസ്സരായവർ ഒഴിയണം, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തിയിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 പത്രക്കുറിപ്പാണ് ഞാൻ കൊടുത്തത്. അപ്പോഴാളുകൾ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കുടുംബം അതിൻ്റെ പ്രവൃത്തി അത് കഴിഞ്ഞു, അതുകൊണ്ട് കുടുംബം പിരിച്ചുവിട്ടു. കുടുംബം പിരിച്ചുവിട്ടത് ജയശ്രീ ഉപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയ ആൾക്കാരുടെ ഞാനെന്ത് പറയാൻ, കഷ്ടം. നേരത്തെ പാവം എന്ന് പറഞ്ഞ പോലെ കഷ്ടം, അത്രേ പറയാനുണ്ട്. മകളുടെ സിനിമകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സിനിമ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ കാണാൻ ഞാൻ കാണാത്ത ഒത്തിരി സാധനങ്ങളുണ്ട്. അവളും പറയത്തില്ല, അവൾ അഭിനയിച്ചിട്ടുണ്ടാവും, കാണണമെന്ന് പറയാറില്ല. എനിക്കറിഞ്ഞുകൂടാ. അതിപ്പം ഹിന്ദി സീരിയൽസൊക്കെ, ഈ വെബ് സീരീസൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഞാൻ കാണാറില്ല. കാരണം എനിക്ക് അങ്ങനെ ഹിന്ദി അങ്ങനെ അങ്ങോട്ട് അറിഞ്ഞുകൂടാ. മകളുടെ ഏതൊക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ട്? കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് പട, ബിരിയാണി, പിന്നെ എന്താണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, പിന്നെ ഗേൾസ് വിൽ ബി ഗേൾസ്, പിന്നെ കുറേ ഷോർട്ട് ഫിലിംസാണ്, അതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ കാണാത്ത ഒത്തിരി ഉണ്ട്. ഇപ്പോൾ തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറേ ഉണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. തമിഴിൽ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, മാ എന്ന് പറഞ്ഞിട്ട്, വളരെ നല്ലതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ബിരിയാണിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് ഈ മലയാളി മണ്ടന്മാരല്ലേ ഉള്ളത്, അമ്മമാർ വിമർശിക്കുക, അതിനിപ്പോൾ നമ്മളെന്തെടുക്കാൻ. അതങ്ങനെ തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് മലയാളി. ഞാൻ പറഞ്ഞാൽ മറ്റേ കക്കൂസിലെഴുതുന്നവരെന്ന് ഞാൻ പറഞ്ഞ ആൾക്കാരാണ് അതൊക്കെ അങ്ങനെ പറയുന്നത്. അതിനൊന്നും നമുക്കെന്ത് മറുപടി? അല്ലെങ്കിൽ അതൊരു നല്ല സിനിമയാണ്. അതിനെ രാഷ്ട്രീയ വിമർശനമൊക്കെ ചെയ്യാം. അങ്ങനെയാണോ അത് അവതരിപ്പിക്കേണ്ടിയിരുന്നത്? ഞാൻ രാഷ്ട്രീയ വിമർശനമൊക്കെ ആൾക്കാർക്ക് ചെയ്യാം. കനിക്ക് തന്നെ അങ്ങനത്തെ രാഷ്ട്രീയ വിമർശനമുണ്ട്. സിനിമ എടുത്ത അയാളോട് ഞാൻ യോജിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കനി വിയോജിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കും. പിന്നെ ആ പടത്തിൽ അഭിനയിച്ച ശേഷമാണ് സാർ അറിയുന്നത് കനി അതിനാണ്ട് ഉണ്ട് എന്നുള്ള കാര്യം. അല്ല, ഞാൻ അങ്ങനെ അറിയുന്നത്, ഞാൻ എന്തിനാ തിരക്കുണ്ടാകും? മുന്നേ പറയാറുണ്ടായിരുന്നില്ല? ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും കനി അഭിനയിക്കാൻ എന്തിനകത്തെങ്കിലും അഭിനയിക്കാൻ പോകുന്നു എന്ന് അവളോട് ചോദിക്കാറില്ല, അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ല. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആരെങ്കിലും ഒരു സംവിധായകനോ പ്രൊഡ്യൂസറോ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ കനിയുടെ നമ്പർ കൊടുക്കുക, അവിടെ ഉണ്ടെന്ന് പറയും, അത്രേ ചെയ്തിട്ടുള്ളൂ. അല്ല ഒരിക്കലും ഞാൻ അവളെ അഭിനയിക്കുന്നിടത്ത് കാണാൻ പോവുകയോ അതൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സിനിമ അഭിനയിച്ചിരുന്നു എന്നെ. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ വേണ്ടാന്നൊക്കെ വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ പോയിരുന്നെങ്കിൽ പറ്റിയേനെ. ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമകൾ ഉണ്ടാകാതെ പോയേനെ. കാരണം ഞാനവിടെ ചെല്ലുന്ന വഴി പേടിച്ചിട്ട് സിനിമാക്കാർ അവന്മാർ വിഷമിക്കുന്നിടത്ത് എടുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. അവിടെ തന്നെ ചെയ്ത പണിയാണ്, സ്വയം ചെയ്തിട്ടുള്ള കാര്യമാണ്. സാധാരണ അമ്മമാരും ഈ ആരെങ്കിലുമൊക്കെ കാണും അവരുടെയൊക്കെ കൂടെ. അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ സ്വന്തം നിലയിൽ മാത്രം ആർജിച്ചിട്ടുള്ള ഒരു കഴിവും സ്വന്തം നിലയിൽ ചെയ്തെടുത്തിട്ടുള്ള അഭിനയങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ നിലവാരത്തിൽ അവൾ വൻ വിജയമാണ്. സിനിമയായി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മലയാളികൾക്ക് മാത്രമാണ് ഒരു പ്രശ്നമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? മലയാളി മനോരോഗികളാണ്. ഈ സ്കൂളിനകത്തുനിന്ന് ആണും പെണ്ണിനെ ഒന്നും ഒന്നിച്ചിരുത്താതെ വളർത്തി 2 തരത്തിൽ നിർത്തി ഈ ദരിദ്രവാസികളായിട്ട് വളർത്തിയിരിക്കുന്നവരാണ്. അവർ അരിഷ്ടതാബോധം കൊണ്ട് ഈ കാണുന്ന ഒളിഞ്ഞു നോക്കുന്ന മനുഷ്യരായി മാറിപ്പോയില്ലേ.
അങ്ങനെ ആയിപ്പോയവർ അവരിപ്പോൾ എന്ത് ചെയ്യാനാക്കും? ഈ സ്കൂളിനകത്തും വീട്ടിനകത്തും ഇത്രയും നിയന്ത്രണത്തിനകത്ത് വളർത്തുന്ന ആൾക്കാരാണ് ഈ മലയാളി ആൾക്കാർ മുഴുവനും. ആണും പെണ്ണിനെയും കൂടെ ഒന്നിച്ചിരുത്തി വളർത്തത്തില്ല, അവരെ 2 കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് വളർത്തിയിട്ട് ഉണ്ടാക്കിയിരുന്ന മനോരോഗികളുടെ ഒരു ഘോഷയാത്രയാണ്. സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ നോക്കിയാൽ പോരെ. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിങ്ങനെ വളർത്തിയിട്ട് ഈ അമ്മയച്ഛനും ഈ അധ്യാപകരുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അവരല്ലേ വളർത്തിയത്? ഒരു തലമുറ ചീത്തയായി പോയെന്ന് മോശമാണെന്ന് പറഞ്ഞാൽ ആരുത്തരം പറയും? അധ്യാപകർ പറയണം, അമ്മയച്ഛന്മാരും പറയണം, വേറെ ആര് പറയണം? അവരുടെ വളർത്തു ദോഷം കൊണ്ടാണ്, പഠിപ്പ് ദോഷം കൊണ്ടാണ് ആൾക്കാരിങ്ങനെ പെരുമാറുന്നത്. കഞ്ചാവ് വലിക്കുന്നുണ്ടോ? കണിശമായിട്ട് അധ്യാപകരാണ് ഉത്തരവാദികൾ. കാരണം അത്ര ശ്വാസം മുട്ടുന്ന സ്കൂളുകളായത് മുഴുവൻ പേരും കഞ്ചാവ് വലിച്ചു പോകും. പരീക്ഷ എഴുതിക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരെ മോണിറ്റർ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. കൊല്ലാത്തത് ഭാഗ്യം. ഭീകരന്മാരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശം ഇടമാണ് നമ്മുടെ സ്കൂളും വീടും ഒക്കെ. ഇനി എന്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം? അതാ ഭരണഘടന വായിക്കണം ആദ്യം. ഇതുവരെ വായിച്ചിട്ടില്ല സ്കൂളിൽ. അവിടെ സർവ്വമത പ്രാർത്ഥനയാണ്. എന്നിട്ട് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന എവല്യൂഷൻ എങ്ങനെ പറ്റും? പുറത്ത് പ്രാർത്ഥന. ദൈവം തമ്പുരാനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പാടിപ്പിക്കുക. മനുഷ്യരുണ്ടാക്കിയ ദൈവമുണ്ട്, അതുകൊണ്ട്. ഇതുവരെയും സാർ അമ്പലങ്ങളിലോ ഒന്നും പോയിട്ടില്ല? ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? എന്ത് പറയാൻ? ദൈവം ഇല്ല എന്ന് പറയാൻ പറ്റും? ദൈവം ഇല്ല എന്നല്ല പറഞ്ഞ, മനുഷ്യനുണ്ടാക്കിയതുകൊണ്ടാണ്. ഞാൻ അവിടെ എല്ലാം കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഓരോ കോന്തനെയും കോന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ദൈവമാണെന്ന് ആൾക്കാർ പറയുന്ന കാരണം കൊണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിഞ്ഞൂടെ. അല്ലാതെ എന്താ? കൊല്ലാനുണ്ടായ ദൈവമാണ് ഇന്ത്യക്കാരുണ്ടാക്കിയത് മുഴുവൻ. അവതരിച്ച മുഴുവൻ കൊല്ലാനാണ്. വെട്ടുവാള്, വെട്ടുകത്തി, വാക്കത്തി, വില്ലുമൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട കഴുതകളല്ലേ നമ്മുടെ ദൈവങ്ങളല്ല. ഇന്ത്യക്കാരൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അവതരിച്ച മുഴുവനെണ്ണം കൊല്ലാനുണ്ടായതാണ്. എന്തൊരു ദൈവമാണ്! ഒരു നല്ല ദൈവത്തിനെങ്കിലും ഉണ്ടാക്കാനെങ്കിൽ ഈ കഴുതകൾ പഠിക്കാത്ത എന്തൊരവസ്ഥയാണ്. വാള്, പരശു, വെല്ല്, എന്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു അസംബന്ധം പിടിച്ച മനുഷ്യൻ. ചക്രായുധവും വജ്രായുധവും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം കൂടെ. വെട്ടുവാളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന പാർട്ടികൾ ഒരു AK-47 ഇറങ്ങേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള വിവരം പോലും ഇല്ല. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ സംഖ്യകളൊക്കെ ആക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് പറഞ്ഞു? എനിക്ക് സംഖ്യയായിട്ടിരിക്കുന്നതിനും അല്ലാതെ ഞാൻ ഈ യൂസ്ലെസ് ആയ മനുഷ്യരാണ് ഇതെല്ലാം പറയുന്നതെന്ന് എനിക്കറിയാം. അത് കാരണം കൊണ്ട് അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ദൈവവിശ്വാസമൊക്കെ ഈ കാലത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അമ്പലത്തിലും പള്ളിയിലും പോകണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രാകൃത മനുഷ്യരാണ്. അത് ആരായാലും ഒരുപോലെ. ഏതെങ്കിലും ഒരു മതം എന്ന് പറയുന്നത് രാജാവിൻ്റെ ആയുധമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനകത്ത് യാതൊരു സാധനവും വേറെയില്ല. ആളുകളെ ഭരിക്കാൻ വേണ്ടി, അടിമകളെ പ്രജകളാക്കാൻ വേണ്ടി ഉണ്ടായ സാധനം. അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു പ്രതീക്ഷയില്ല. സ്കൂളിനകത്ത് ഭരണഘടന വായിച്ച് പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ, അല്ലാതില്ല. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സദാചാരം എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. ഇതിനേക്കാൾ അതെങ്ങനെ പറയാം? ജനാധിപത്യ സദാചാരം വരണം. അതിനെയാണ് ഭരണഘടന പഠിപ്പിക്കണമെന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നതിന് പറയുന്നത്. അല്ലാതെ ഈ നാട്ടുകാർ പറയുന്നതല്ല സദാചാരം. അത് ആളുകളെ കീഴടക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയ സാധനം. അതുകൊണ്ട് അവിടുന്ന് അതൊന്നും പഠിക്കാനൊക്കത്തില്ല. ഭരണഘടന പഠിപ്പിക്കുന്ന ക്ലാസ് റൂം ആരംഭിക്കാമെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരവാകും. അത് ആരംഭിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ മന്ത്രിമാരോടും അധ്യാപകരോടും അച്ഛന്മാരോടും അമ്മമാരോടും സ്കൂളിനകത്ത് ഭരണഘടന പഠിപ്പിച്ച് അതിനനുസരിച്ചിട്ടുള്ള പൗരരെ ഉണ്ടാക്കിയാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കും. കഞ്ചാവ് പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല പണി അതാണെന്ന് പറയുന്നത്. സാറ് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഓരോ അർത്ഥങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ എടുക്കാമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടി പോലും ഓരോന്നിനും കൃത്യമായിട്ടുള്ള മറുപടി തരാൻ എപ്പോഴും മൈത്രേയൻ എന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ പോട്ടെ. ശരി, താങ്ക് യു.